അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഒരു BRൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ 3 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാനിന്ന് കളിക്കുന്നത്. ഒരുത്തൻ്റെ പേര് ഇതിലുള്ള പേരാണ് പറയണേ പാച്ചുന്നും, ഒരുത്തൻ്റെ പേര് PH സാത്താനും, ഒരുത്തൻ്റെ പേര് MC. അങ്ങനെ എന്താ എനിക്ക് വായിക്കാൻ അറിയില്ല. ഇന്നത്തെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇറങ്ങുന്നത് ടർബിലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് എല്ലാ ഗണ്ണും എടുത്തിട്ട് നമുക്ക് നേരെ പോയിട്ട് എനിമീസിനെ അടിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ കളി ഏറ്റവും കൂടുതൽ കില്ല് എടുത്തിക്കണത് ഞാനാണ്. പിന്നെ 74+ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട്. ഈ കളി അത്യാവശ്യം ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ കളിച്ചിട്ടുണ്ട്. പിന്നെ കുത്തിപ്പിടിയാണ്. ഇവിടെ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ M2B പിന്നെ MAC-10 കിട്ടിയത്. അപ്പോൾ M2B മാറ്റിയിട്ട് MAC-10 കൈ പിടിച്ച് കളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ ഇടയിലാണ് G36 കിട്ടിയത്. അപ്പോൾ ഞാൻ M2B മാറ്റിയിട്ട് G36 എടുത്ത് നേരെ പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ അർസേനലിൻ്റെ അവിടെ കയറാൻ നോക്കി. അപ്പോൾ ഈ പാച്ച് വന്നിട്ട് ഗ്ലൂവാളിട്ടിട്ട് അടച്ചു. അപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ അത് പൊളിച്ചിട്ട് കയറാൻ വിചാരിച്ച്. അങ്ങനെ അത് പൊളിക്കുകയാണ്. പിന്നെ അത് പൊളിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഒരു ലൂട്ടൊന്നും ഇല്ല എന്ന് പാച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ കയറി. എന്നിട്ട് M4A1 എടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് അവിടെ SVD കണ്ടത്. പിന്നെ SVD എടുത്ത് ഒന്നും നോക്കിയില്ല, SVD എടുത്ത് കളിക്കാമെന്ന് വിചാരിച്ചു. SVD വെച്ചിട്ട് ഈ കളി എന്തോ ഒരു കില്ല് മാത്രമാണ് തോന്നുന്നു എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 47 പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ MC മാസ്ക് എന്ന് പറഞ്ഞ ഈ പൊട്ടൻ ഓരോന്ന് കാണിക്കുകയാണ്. മറ്റേത് വെച്ചിട്ട് ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് അവന്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊക്കെ കളിയാക്കി. പിന്നെ നമ്മുടെ പാച്ച് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയത് TH സാത്താൻ്റെ അടുത്തേക്കാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലായ പാച്ച് അല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് ഓൻ്റെ അടുത്തേക്ക് തന്നെ നേരെ പോവുക. TH സാത്താനാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകാനാണ് നോക്കിയത് ഓന്, പാച്ചുവിൻ്റെ അടുത്തേക്ക്. അതിൻ്റെ ഇടയിൽ ഞാൻ റെക്കോർഡ് വർക്കാവുണ്ടോ എന്ന് ഞാൻ നോക്കണുണ്ടായിരുന്നു ഇടക്കിടക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് എങ്ങാനും ഓഫാക്കിയാൽ പിന്നെ ഈ വീഡിയോ ഫുള്ള് പോയി. ഞാനെന്ത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീഡിയോ എടുക്കണത്. ഒന്ന് 1vs1 വീഡിയോ എടുത്തിട്ട് ഫുള്ള് തീർന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അതാ പണി തീർന്ന്, അത് വീഡിയോ റെക്കോർഡായിട്ടില്ല, അങ്ങനെ പോയിക്കണ്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നല്ല കുത്തിപ്പിടിയാണ് നമ്മുടെ ഈ MC മാസ്ക്. കുത്തിപ്പിടിക്കാൻ ഞാൻ അങ്ങനെ വെറുതെ കളിയാക്കുക. കുത്തിപ്പിടി എനിക്ക് 1 ടാപ്പൊന്നും അറിയില്ല. ബെനൈറ്റാണ് നേരത്തെ 1vs1 കളിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് MB40 കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ MAC-10 വെച്ചിട്ട് MB40 എടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു എനിമിനെ 1 ടാപ്പ് അടിക്കാൻ നോക്കിയതാണ് SVD വെച്ചിട്ട്. അപ്പോൾ MC മാസ്ക് വന്നിട്ട് പെട്ടെന്ന് കുത്തിപ്പിടിച്ചാണ് ഓനാണ്ട് എടുത്ത്. അപ്പോൾ പിന്നെ ഞാൻ കില്ലെടുക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വീണ്ടും ലൂട്ടിന് പോവുക. അതിൻ്റെ ഇടയിൽ MC മാസ്ക് ഓൻ്റെ സാധനം കളഞ്ഞു. എന്നിട്ട് ഓനെ ഞാൻ വെറുപ്പിക്കാൻ നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഈക്കുള്ള ഈ സംശയം BRൽ എന്താ ഡെസേർട്ട് ഇല്ലാത്തതിനാണ്. ഡെസേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ള് 1 ടാപ്പ് കയറ്റായിരുന്നു. ഞാൻ അത്യാവശ്യം ഡെസേർട്ടിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വുഡ്പക്കർ തന്നു. പാച്ച് പറഞ്ഞ് വുഡ്പക്കർ വേണ്ടവർ വന്നെടുത്തു. അങ്ങനെ അപ്പോൾ SVDയിൽ ഒരു കില്ല് എടുത്തിട്ടില്ല കേട്ടോ. വുഡ്പക്കറിലാണ് ഈ 7 കില്ല് കൊടുത്തത്. ഫുള്ള് ഞാൻ അടിച്ച് കൊല്ലായിരുന്നു. എല്ലാത്തിനും കുത്തി പിടിച്ച്. അതിൻ്റെ ഇടയിൽ എന്തോ MB40 വെച്ചിട്ട് എന്തോ ഒരു കില്ല് എടുത്തു. അങ്ങനെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ട്രക്കിൻ്റെ അടുത്ത് പോയപ്പോൾ കുറേ ആമോസ്. ഇതിൽ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആമോസാണ്. ഈ വുഡ്പക്കറിൻ്റെ ആമോസൊക്കെ 100ൻ്റെ മീതെ അല്ലെങ്കിൽ ഒരു വേവലാതിയാണ് അതില്ലല്ലോ എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഇടയിൽ ഞാൻ കുത്തി പിടിച്ചിട്ട് ആദ്യത്തെ വുഡ്പക്കറിലെ വൈപ്പ് ഔട്ടാണ് എടുത്ത് ഞാനങ്ങനെ ആ ടീമിനെ വൈപ്പ് ഔട്ടാണ്ടാക്കി. സ്ക്വാഡാണ്, ഫുള്ള് സ്ക്വാഡാണ്. അവിടെ പോയി നോക്കുമ്പോൾ ഫുള്ള് സ്ക്വാഡ് അടിച്ചടിച്ച് പ്രാന്തണ്ട് വന്നിക്ക് ലാസ്റ്റ്. അതിൻ്റെ ഇടയിൽ വേറൊരു എനിമിനെ അല്ലെങ്കിൽ ചുവപ്പ് കളർ എന്താണെന്ന് വിചാരിച്ച് നോക്കുക. ആ ബാഗിൻ്റെ ചിഹ്നത്തിൻ്റെ ബാക്കിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓന് അവിടെ എനിമി ഉണ്ടോ എന്ന് മനസ്സിലായില്ല. പിന്നെ ലാസ്റ്റ് പിന്നെ ഓനെ ഞാൻ കുത്തി പിടിച്ച് 1 ടാപ്പ് കയറ്റാൻ നോക്കി. പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കുത്തി പിടിച്ചിട്ട് തന്നെ നോക്കാക്കി. അങ്ങനെ അവിടെ നോക്കാക്കിയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ ചുറ്റി നോക്കി. അപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അപ്പോൾ ഞാൻ അവനെ ഫിനിഷ് ചെയ്തിട്ട് അവൻ്റെ ലൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഗ്ലൂ വാൾ ഇട്ടിട്ട്
ഇന്നലെ ഫിനിഷ് ചെയ്തിട്ട് ഗ്ലൂ വാളിടാൻ നിൽക്കുക. ഗ്ലൂ വാളിട്ട കറക്റ്റ് സമയത്ത് മറ്റേ പാച്ച് വന്ന് കയറി ലൂട്ട് എടുക്കാനാ അത്ര വെറുതെ വന്നിട്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ മറ്റേ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ചിപ്പ്. ആ ചിപ്പ് ചിപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ചിപ്പ് എടുത്ത് കൊടുത്തു എനിക്ക്. എന്നിട്ട് ലാസ്റ്റ് ആ മറ്റേ ഗ്ലൂ മെൽറ്റർ ഇട്ടിട്ട് ആ ഗ്ലൂ വാളാണ്ട് പൊട്ടിച്ച് അങ്ങനെ ഞാൻ അർസേനലിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ അപ്ഡേറ്റ് വന്ന അർസേനൽ തീരെ ഇഷ്ടമായിട്ടില്ല. അർസേനലിലൊന്ന് ഇതുണ്ട് ഗ്ലൂ വാളുടെ ഇതുണ്ട് പൊട്ടിക്കണം, അവരുണ്ട് പൊട്ടിച്ചാൽ മതി. അർസേനലിൻ്റെ ഉള്ളിൽ കണ്ട് കയറാം, അതൊക്കെ അധികം ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ സോളോ ഡെയർ ഞങ്ങൾ കണ്ട്. അപ്പോൾ ഞാൻ നേരെ ബൈക്കിൽ കയറാൻ നോക്കണം. അതാണ് ക്രൗച്ച് ചെയ്തിട്ടൊക്കെ കയറാൻ നോക്കണം. എന്ത് നോക്കിയിട്ടും കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നേരെ ബൈക്ക് എടുത്തിട്ട് സോളോ ഡെയറിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. അതിൻ്റെ ഇടയിൽ ഓനെ ഞാൻ കണ്ടില്ല. അവിടെ പെട്ടെന്ന് ഇന്ന് അടിക്കാൻ നോക്കിയത്. ലാസ്റ്റ് ഗ്ലൂ വാളൊന്നും ഇല്ലായിട്ടാണ് വരുന്നത്. ലാസ്റ്റ് പിന്നെ നോക്കാക്കി ആ സോളോ ഡെയർ. അപ്പോഴാണ് നമ്മുടെ പാച്ച് വന്നു പിന്നെ ഓനെ കൊന്ന് രക്ഷിച്ച്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ചത്തേനെ. ഇപ്പോൾ കാരണമാണ് ഇപ്പോൾ ഈ കളിയിൽ 2 കില്ല്, അതായത് കില്ലെടുക്കാൻ പറ്റിയത്. ഇന്നെ റിവൈവ് ആക്കിയില്ലെങ്കിൽ ആ കളി കില്ലെന്നെ എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ ഡിമിത്രി ഇട്ടിട്ട് ഇങ്ങനെ ഹെൽത്ത് അടിക്കുക. അവിടെ വേറെ എനിമി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പാൻ ഇട്ടിട്ട് MC മാസ്കും TH സാത്താനും വന്നിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പോലെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു എന്താ പാച്ച് വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ ഓൻ ഹെൽപ്പ് ചെയ്തില്ല. അങ്ങനെ MC മാസ്കിനെ ഞാൻ റിവൈവ് ആക്കിയിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഓന് പുറത്തുള്ള കാര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. എന്നിട്ട് ഓൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ വെന്റിലേഷൻ്റെ മേലെ കയറി വന്നു. അങ്ങനെ ഞാൻ കുറേ അടിച്ചു, ഒന്നും നോക്കിയില്ല, അടിച്ചിട്ട് വരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഹെഡ്ഡല് കയറി ഇന്നെ അടിക്കാൻ നോക്കി. അതിൻ്റെ ഇടയിൽ സോണിയ വന്നല്ലോ. അപ്പോൾ സോണിയ കാരണം ഇന്നെ അടിച്ചിടുന്ന് ഞാൻ പേടിച്ച്. പക്ഷേ ഓനെ ഞാൻ ഫിനിഷാക്കിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ MC മാസ്കും പാച്ചും വന്നായിരുന്നു. അപ്പോൾ പാച്ച് എങ്ങനെ ഞാൻ പെട്ടെന്ന് റിവൈവ് ആയെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിലാണ് കയറി ചെന്നപ്പോൾ MC മാസ്കിനെ ഉണ്ട്. അപ്പോൾ മനസ്സിലായി പാച്ചു MC മാസ്ക് പാച്ചുവിനെ റിവൈവ് ആക്കിയതാണ്. അങ്ങനെ ഇതിൽ ഞാൻ ഫുള്ള് മെഡിക്കറ്റ് ഇങ്ങനെ വാരി എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ TH സാത്താനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കുറേ SMG ആമോ 30ൻ്റെ 2 എടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങളവിടെ ലൂട്ട് വല്ലതും കിട്ടുമ്പോൾ ഞാൻ മെഡിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അവിടെ കിടന്നിങ്ങനെ ക്രൗച്ച് ചെയ്ത് കളിക്കണേ. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് മെഡിക്കറ്റ് എടുത്തില്ല. അതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഈ കളി ഫുള്ള് ലാഗായിരുന്നു. എന്നിട്ട് ഞാൻ 7 കില്ല് എങ്ങനെയൊക്കെ എടുത്ത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുന്നതിൻ്റെ ഇടയിൽ ബാക്കിൽ നിന്ന് സൗണ്ട് വന്ന് അടിക്കാൻ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ലെവൽ 4 വെസ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ അങ്ങനെ നോക്കുക. ഈ ഇതിൽ റെക്കോർഡ് ചെയ്യണോണ്ടാന്ന് തോന്നുന്നു നേരം പോലെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ലാഗ്, എല്ലാത്തിനും ഡിലേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരും. അപ്പോൾ MC മാസ്ക് പിന്നെ വന്നടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഓനെ ഫിനിഷ് ചെയ്തിട്ട് നേരെ കയറിച്ചല്ല. ഇവിടെ നിന്നാണ് പിന്നെ ഫുള്ള് കളി കിട്ടും. ഇപ്പോൾ 3 കില്ലാണ് അടുപ്പിച്ച് ഞാൻ കില്ലെടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അതൊക്കെ പേടിയായിട്ടാണ് ഇനി റെക്കോർഡായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കില്ലിങ്ങനെ ഇവിടെ നിന്നാണ് കില്ല് വാരി കൂട്ടാൻ തുടങ്ങിയത് ഗൈസ്. പിന്നെ അവിടുന്ന് ബാക്കിൽ നിന്ന് അടി വന്നപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് കുറേ കൊടുത്തു. അപ്പോൾ ഓന വീടിൻ്റെ ഉള്ളിൽ കയറി, മറ്റേ ബോക്സിങ് അങ്ങനെ എന്തോ പേരുള്ള വീടിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ഞാൻ എവിടെയൊക്കെ എനിമീസ് ഉള്ളതെന്ന് ചുറ്റും തപ്പിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് എവിടുന്നോ ഒരു ഗ്ലൂ വാൾ കണ്ടു. അപ്പോൾ ഞാൻ അത് ദൂരത്തുനിന്ന് കാണുമ്പോൾ ഏതൊരു ക്യാരക്ടറിൻ്റെ മാതിരിയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആണെന്ന് വിചാരിച്ചിട്ട് അടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. പക്ഷേ നടന്നില്ല. പിന്നെ സൈഡിലാണ്ട് നോക്കുമ്പോൾ പാച്ച അവിടെ നിൽക്കണേ. ഞാൻ പെട്ടെന്ന് പേടിച്ചു, അടിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ആ മറ്റേ ബോക്സിങ്ങിൻ്റെ വീടിൻ്റെ അവിടെ നോക്കുമ്പോൾ അവിടെ വേറൊരു എനിമി ഉണ്ടായിരുന്നു. അവനെ അടിക്കാൻ നോക്കിയ ഇതിനിടെ എനിക്ക് അത്യാവശ്യം ഡാമേജ് കിട്ടി. അപ്പോൾ ഞാൻ ഗ്ലൂ വാൾ ഇട്ടിട്ടാണ് നിന്നു. പിന്നെ ഇതിൽ അത്യാവശ്യം എനിമീസ് ഉണ്ടെന്ന് മനസ്സിലായത് ആ മേലെ കണ്ടോ മാപ്പിൽ മഞ്ഞ കളറ്, അതിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. എൻ്റെ പേരെന്തായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടെ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. ഓനെ സ്കോപ്പ് ചെയ്ത് കുത്തിപ്പിടിക്കായിരുന്നു. ഞാൻ കുത്തിപ്പിടിച്ച് ഓനെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷേ MC മാസ്ക് ചാവണ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ ഇറങ്ങി ഓടി.
എൻ്റെ 2 സൈഡിലും ആളില്ല. അപ്പോൾ ഞാൻ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ അത് അവിടെ ഒരു എനിമി. അങ്ങനെ ഓനെ കുത്തി പിടിച്ചിട്ട് നേരെ നോക്കാക്കി. അങ്ങനെ ക്വാർട്ടറാക്കില്ല, അതായത് 4 കില്ലെടുത്തു ഞാൻ. അങ്ങനെ വേറെ വണ്ടിയിൽ ഏതോ ഒരുത്തൻ പോണത് കണ്ടു. പക്ഷെ ഞാൻ അധികം അങ്ങോട്ട് പോയില്ല. വണ്ടിയിൽ എയിം ലോക്കാവില്ലല്ലോ വണ്ടി പോണ ആളുടെ. ഇന്ത്യയിലും അങ്ങനെ ലോക്കാവാറില്ല. ഇനി ലോക്കാവാറില്ല. ഇനി നിങ്ങളും നോക്കിയൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അടിക്കാൻ നോക്കിയവനെ അടിക്കാൻ വേണ്ടി പോവായിരുന്നു. അവനക്ക് അത്യാവശ്യം ഇപ്പോൾ ഹെൽത്ത് കൂടിയിട്ടുണ്ടാവും എന്നൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് പോകണ്ടേ അങ്ങനെയുള്ള ഒരു രീതിയിൽ നിൽക്കായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ അവിടെ നല്ല എനിമിയുടെ സൗണ്ട് ഉണ്ടായിരുന്നു, അതായത് വെടിവെച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റവനെ തന്നെ അടിക്കാമെന്ന് വിചാരിച്ച് പോയി. അങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ഇതുണ്ടായിരുന്നില്ല. പിന്നെ ആ മേലെ കാണുന്ന മഞ്ഞ കളറിൻ്റെ ഇതും പോയി. മറ്റേ എനിമി അവിടെ ഉണ്ടാവുമോയെന്നും അറിയില്ല. ഞാൻ അധികം ഓൻ്റെ നേരെ ഇങ്ങനെ നിന്നിട്ടും ഓനെ ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഓനെ അവിടെ ഉണ്ടാവില്ല എന്ന്. ഞാൻ ഇവിടെ ക്രൗച്ച് ചെയ്തിട്ട് ആരെങ്കിലും കൊല്ലാൻ കിട്ടുമോ എന്ന് വിചാരിച്ച് നോക്കിക്കാനായി. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ ഇറങ്ങി വന്നു. പക്ഷേ അടിച്ചപ്പോഴേക്കും ഓൻ ഓടിപ്പോയി. അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത ആൾക്കാരെ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ തേടുന്ന അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയ ആളെ വീണ്ടും അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവിടെ 2 ആൾക്കാരുടെയും 2-3 ആൾക്കാരുടെ വെടിവെച്ച കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കില്ല് കിട്ടും. അപ്പോൾ ഞാൻ കണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ ഒരുത്തനെ കണ്ട്, ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് കണ്ട്. അങ്ങനെ 2 പേരും ഞാൻ നോക്കണതിൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ കാല് കണ്ട. അപ്പോൾ കാലിൻ്റെ ഒരുത്തനെ കുത്തി പിടിച്ച് ഒരു ടീമിനെ അങ്ങോട്ട് വൈപ്പൗട്ടാക്കി. ഇപ്പോൾ 5 കില്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്, 5 കില്ല്. അതിൻ്റെ ഇടയിൽ നമ്മുടെ MC മാസ്ക് വീണ്ടും നോക്കായി. അതിൻ്റെ ഇടയിൽ പാച്ചു വന്നിട്ട് ഓനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞാൻ TH സാത്താനെ ഹെൽപ്പ് ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. ഹെൽപ്പ് ചെയ്തില്ല അങ്ങനെ. എന്നിട്ട് ബാക്കിൽ നിന്ന് എനിക്കൊരടി വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഓനെ അടിക്കാൻ ഇങ്ങനെ നോക്കാം. ഇന്നും അടിക്കുന്നുണ്ട്. ഓൻ്റെ കയ്യിൽ ഗ്രോസ് അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ തിരിച്ച് നല്ല കൊടുത്തിരുന്നു. അപ്പോൾ ഓന് ഹെൽത്ത് അടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ബോക്സിങ്ങിൻ്റെ ഇതിൻ്റെ അവിടെ കയറിയിട്ട് അപ്പുറത്ത് കൂടെ വന്നിട്ട് ഓൻ അടിക്കാമെന്ന് വിചാരിച്ചു. ഓൻ വന്നു, ഞാൻ അത്യാവശ്യം കൊടുത്തു. ഇതിലാണ് ഞാൻ MG40 വെച്ചിട്ടാണ് ഹെൽത്ത് അടിച്ച് നോക്കാക്കി. അങ്ങനെ ഇതിട്ടു മറ്റേ ഡിമിത്രി ഇട്ടിട്ട് ഗ്ലൂ വാൾ ഇത് അപ്ഡേറ്റിന് ശേഷം വന്നത്. എനിക്ക് അധികം ഇഷ്ടമായില്ല ആ ഗ്ലൂ വാള്. അപ്പോൾ ആ ഗ്ലൂ വാള് പൊട്ടിക്കാൻ ഒന്നും ഞാൻ നിന്നില്ല. നേരെ അപ്പുറത്ത് കൂടെ പോയിട്ട് ഓനെ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്ത എനിമീനെ നോക്കുകയാണ്. അപ്പോൾ 6 കില്ലായിക്ക്. ഞാനിനി 7ാമത്തെ കില്ല് ഇങ്ങനെ ഇവനെ കുത്തി പിടിച്ചുകൊണ്ട് ആ ടീം കൊണ്ട് വൈപ്പൗട്ടാക്കി എടുത്ത് ഞാൻ പിന്നെ വേറെ ആൾക്കാരെ നോക്കുകയാണ്. അപ്പോൾ മേലെ നിന്ന് എവിടുന്നോ ഒരു അടി വന്നു. എവിടുന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ബ്രൗൺ വീട് കണ്ടോ തുറന്ന് കിടക്കണേ, ഞാൻ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ഇതിൻ്റെ ആ മാർക്ക് ചെയ്ത ബ്രൗൺ വീടിലാണ്, ആ വീടിൻ്റെ ഇതിലാണ് ആ എന്താ പറയുക ആ ജനാലയുടെ അവിടെയാണ് ഇപ്പോൾ എനിമി എന്നിട്ട് അടിക്കുന്നത്. പക്ഷെ അത് അപ്പോൾ മനസ്സിലായില്ല എവിടെയാണെന്ന്. അങ്ങനെ ഞാൻ എവിടെയെന്ന് നോക്കി തപ്പി നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സ്, അതായത് പാച്ചോന്ന് തോന്നുന്നു, പറഞ്ഞു വീടിൻ്റെ അവിടുന്ന് അടി വരുന്നുണ്ട്, വീടിൻ്റെ മേലെ നിന്ന്. ഞാൻ നിൽക്കണ വീടിൻ്റെ മേലെ നിന്ന് അടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോൾ അത് അവിടെ മേലെ ഒരുത്തൻ, ആ ബോക്സിങ്ങിൻ്റെ വീടിൻ്റെ മേലെ ഒരുത്തൻ, ഈ വീടിൻ്റെ മേലെ ഒരുത്തനെ കണ്ട്. അങ്ങനെ ഞാൻ ഓനെ അടിച്ചിടാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഓന കവറിൽ ഇങ്ങനെ നിന്നിട്ട് അടിക്കുകയാണ് എനിക്ക്. അപ്പോൾ നേരം പോലെ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്രനേഡ് ആ വീടിൻ്റെ മേലുള്ള ഒരു തട്ട്. അപ്പോൾ ഞാൻ നേരെ ഓന് ഭയങ്കര ശല്യം ആയതുകൊണ്ട് ഓനടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓനിതാ ഗ്ലൂ മെൽറ്റർ ഇട്ടിട്ട് പിന്നെ അടിക്കാൻ നോക്കുക. പിന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഗ്ലൂ വാൾ ഉണ്ടായതുകൊണ്ട് തന്നെ അധികം പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും ഗ്ലൂ മെൽറ്റർ ഇട്ടിട്ട് പിന്നെ അടിക്കാൻ നോക്കണം. എനിക്ക് തീരെ ഇഷ്ടമായില്ല. അവനെ കൊല്ലാൻ തോന്നി, പക്ഷേ കൊല്ലാൻ പറ്റിയില്ല. ലാസ്റ്റ് ആ വീടിൻ്റെ ഉള്ളിലുള്ളവനെ അടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ലാസ്റ്റ് പാച്ചും ചാവും. ഞാനിങ്ങനെ നിൽക്കണതിൻ്റെ ഇടയിൽ പാച്ചും MC മാസ്കും ചാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്നോട് പറയും റിവൈവ് ആക്കാൻ. അപ്പോൾ ഞാൻ നേരെ കയറി ചെന്നിട്ട് ഇതോണൊന്നും പ്രശ്നമില്ല, റിവൈവ് ആയിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട് കയറി ചെല്ലും. ഞാൻ വിചാരിച്ചു ഞാൻ ചാവൂലൊക്കെ ഹെൽത്ത് അടിച്ചാൽ മതിയെന്ന്. പക്ഷെ അത്യാവശ്യം അടി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ റിവൈവ് ആക്കിയതാണെങ്കിൽ TH സാത്താൻ. ഞങ്ങളുടെ ഈ സ്ക്വാഡിൽ ഏറ്റവും കളിക്കാൻ അറിയാത്ത ഒരുത്തനെ ഞങ്ങൾ റിവൈവ് ആക്കി.
എന്നിട്ട് ഓൻ നേരെ ഇറങ്ങിയിട്ട് ചെയ്യണേ കണ്ടോ. അവന് ഇറങ്ങാട്ടോ ഗൈസ്, ഇറങ്ങാണ്. അതിൻ്റെ ഇടയിൽ എന്തോ പറ്റിയ അല്ലല്ല, ഓൻ നേരെ എവിടെയെന്നുണ്ട് ഇറങ്ങണത് കണ്ടോക്ക്. എനിക്കൊന്നും പറയല്ല ഉണ്ടോ, ഇറങ്ങി ചെല്ലണ തന്നെ എനിമീസിൻ്റെ അണ്ണാക്കില്ല. ഏതെങ്കിലും കവറുള്ളോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോഴേക്കും വേറെ എനിമി വന്നവൻ അടിച്ച് എന്നിട്ട് ലാസ്റ്റ് തോംസൺ വെച്ചിട്ട് ലോങ് റേഞ്ച് അടിക്കാൻ നോക്കി. അങ്ങനെ കളി പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.